പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി താൻ ഇന്ത്യയിലേക്ക് തിരിക്കുകയാണെന്ന് റഷ്യൻ പാർലമെന്റിന്റെ അധോസഭയായ ഡൂമയുടെ അധ്യക്ഷൻ വ്യാസസ്ലാവ് വെലോഡിൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ചില കൂടിക്കാഴ്ചകളും ചർച്ചകളും ആസൂത്രണം ചെയ്തതായും പ്രസിഡന്റ് പുടിൻ അടുത്ത സഖ്യകക്ഷിയായ വെലോഡിൻ തന്റെ ടെലിഗ്രാം ആപ്പിലെ പോസ്റ്റിൽ വെളിപ്പെടുത്തുകയുണ്ടായി. ഇന്ത്യ ഒരു തന്ത്രപരമായ പങ്കാളിയാണ്. യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ദീർഘകാലമായി വിശ്വാസവും പരസ്പര പ്രയോജനകരമായ സഹകരണവും നിലനിൽക്കുന്നുമുണ്ട്. എല്ലാ മേഖലകളിലും സമ്പർക്കങ്ങൾ വികസിപ്പിക്കേണ്ടത് വളരെയധികം ആവശ്യമാണെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ഊഷ്മളമാകാനാണ് ഇരു രാജ്യങ്ങളും പ്രധാനമായും ശ്രമിക്കുന്നത്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2024 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 തവണയാണ് പ്രധാനമായും റഷ്യ സന്ദർശനം നടത്തിയത്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ തന്ത്രപരമായ പങ്കാളിത്തത്തെ അതീവ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. രാഷ്ട്രീയം, പ്രതിരോധം, ആണവോർജം, തീവ്രവാദ വിരുദ്ധ സഹകരണം, ബഹിരാകാശ പരിവേഷണം തുടങ്ങി 5 പ്രധാന ഘടകങ്ങളിലായിട്ടാണ് ഈ പങ്കാളിത്തം കൂടുതലും വളർന്നു തുടങ്ങിയത്. ഈ വർഷം ആദ്യം നടക്കാനിരിക്കുന്ന റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ ഇന്ത്യൻ സന്ദർശനം കഴിഞ്ഞ ദശകത്തിൽ നിന്നുള്ള ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ പുനഃക്രമീകരണത്തെയാണ് യഥാർത്ഥത്തിൽ തെളിയിക്കുന്നത്. യുക്രൈൻ അധിനിവേശത്തിനു ശേഷം റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം പാശ്ചാത്യ രാജ്യങ്ങളുടെ നിരീക്ഷണത്തിലാണ് നിലനിൽക്കുന്നത്. റഷ്യയുടെ നടപടികളെ അപലപിക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയും അന്താരാഷ്ട്ര ഉപരോധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തുകൊണ്ട് ദീർഘകാല നിഷ്പക്ഷ നിലപാടാണ് ഇന്ത്യ കൈക്കൊണ്ടു പോരുന്നത്. അതിനാൽ റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വലിയ തോതിൽ വിമർശനത്തിന് കാരണമായിട്ടുമുണ്ട്. റഷ്യയ്ക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തി പാശ്ചാത്യ വിപണികളിലേക്കുള്ള രാജ്യത്തിന്റെ പ്രവേശനം വെട്ടിക്കുറച്ചതോടെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമായി മാറിയിരുന്നു. ഇതിനെ തുടർന്ന് ഉഭയകക്ഷി വ്യാപാരം യുദ്ധത്തിന് മുമ്പ് വെറും $12 ബില്യൺ ആയിരുന്നതിൽ നിന്നും 2023 $65 ബില്യൺ ഉയരുകയും ചെയ്തു. 2030 ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ തന്നെ റഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയും വർദ്ധിച്ചു. അവ പ്രത്യേകിച്ച് ഉപഭോക്തൃ ഇലക്ട്രോണിക്സ്, മെഷീനറി, മെക്കാനിക്കൽ ഉപകരണങ്ങളിലാണ്. നിലവിൽ ഇന്ത്യ റഷ്യയുടെ 2ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ്. വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ സെൻട്രൽ ബാങ്ക് റഷ്യൻ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക വോസ്ട്രോ അക്കൗണ്ടുകൾ തുറക്കാൻ അനുവാദം നൽകുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ ബാങ്കുകളിൽ പണം സൂക്ഷിക്കാനും പേയ്മെന്റ് പ്രശ്നങ്ങളിൽ സഹായിക്കുകയും ചെയ്തുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പണമിടപാടുകളിലെ പ്രതിസന്ധി ഈ നീക്കത്തിലൂടെ പരിഹരിക്കപ്പെടുകയും ചെയ്തിരുന്നു. അതേസമയം വർഷങ്ങളായുള്ള സാമ്പത്തിക പങ്കാളിത്തം മെച്ചപ്പെടുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സാങ്കേതിക പങ്കാളിത്തത്തിൽ കുറവ് വന്നതായി കാണാം. റഷ്യയിൽ നിന്നുള്ള പ്രതിരോധ ഇറക്കുമതിയുടെ പങ്ക് 2009 76% 2023 36% കുറയുകയാണ് ചെയ്തത്. ഫ്രാൻസ്, അമേരിക്ക തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്ത് റഷ്യയ്ക്കപ്പുറം ഒരു പ്രതിരോധ സംഭരണം വൈവിധ്യവൽക്കരിക്കാനുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ തീരുമാനമാണ് ഈ ഇടിവിന് പിന്നിലെ പ്രധാന കാരണമായി നിലനിൽക്കുന്നത്. 2018 2022 ഇടയിൽ ഇന്ത്യയുടെ ആയുധ ഇറക്കുമതിയുടെ 29% ഫ്രാൻസിൻ്റെതായിരുന്നു. ഇത് ഇന്ത്യയുടെ 2ാമത്തെ വലിയ ആയുധ വിതരണക്കാരായി രാജ്യത്തെ മാറ്റുകയും ചെയ്തു. ഇന്ത്യയുടെ പ്രതിരോധ സംഭരണ തന്ത്രത്തിലെ ഈ മാറ്റം അതിൻ്റെ സായുധ സേനാ നവീകരണത്തിൻ്റെ ആവശ്യകത, അതുപോലെ പ്രാദേശിക സുരക്ഷാ ഭീഷണികളെ നേരിടുക, പ്രതിരോധ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത പ്രോത്സാഹിപ്പിക്കുക എന്നിങ്ങനെ തുടങ്ങി നിരവധി ഘടകങ്ങളെ നയിക്കപ്പെടുന്നവയാണ് യഥാർത്ഥത്തിൽ. ഇന്ത്യയുടെ പ്രാദേശിക സുരക്ഷാ ആശങ്കകൾ, പ്രത്യേകിച്ച് ഹിമാലയത്തിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ചൈനയുടെ ഭീഷണി ഇന്ത്യയുടെ പ്രതിരോധ നയത്തിന് തന്ത്രപരമായ മാറ്റത്തിന് വഴി തെളിച്ചിട്ടുമുണ്ട്. നൂതന സൈനിക ശേഷികൾ ഏറ്റെടുക്കുന്നതിലും അതിൻ്റെ പ്രതികരണശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആഭ്യന്തര ഉൽപ്പാദനശേഷി വികസിപ്പിക്കുന്നതിനുമാണ് രാജ്യം ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ നൽകുന്നതെന്ന് പറയാം. റഷ്യൻ മിലിറ്ററി ശേഷിയുള്ള ഇന്ത്യയുടെ ആശ്രയത്തെ യുക്രൈൻ സംഘർഷം കാര്യമായി ബാധിക്കുകയും ചെയ്തിരുന്നു.